അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. റബ്ബി ഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അല്ലാഹുവിൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാ 17-ാമത്തെ സൂറത്താണ്. അതിൽ 18, 19 എന്നീ ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു പറയുന്നു, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ യുരീദു സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ. അള്ളാഹു പറയുന്നു, മൻ കാന യുരീദുൽ ആജിലത, ആരെങ്കിലും ക്ഷണികമായതിനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഭൗതികമതയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അജ്ജൽനാ ലഹു ഫീഹ മാ നശാഉ ലിമൻ യുരീദു, അള്ളാഹു ഉദ്ദേശിക്കുന്നത് അത് എത്രയും വേഗത്തിൽ അള്ളാഹു നൽകുന്നതാണെന്നും, സുമ്മ ജഅൽനാ ലഹു ജഹന്നം, പിന്നെ അവന് നാം നൽകുന്നതാണ് ജഹന്നം, നരകത്തെ നൽകുന്നതാണെന്നും, യസ്ലാഹ മദ്മൂമൻ മദ്ഹൂറ, ആളിക്കത്തുന്ന നരകത്തിൽ കിടന്ന് ആ നരകത്തിൽ പ്രവേശിച്ച് എരിയുന്നതാണെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇഹലോകത്തെ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നതോ അനുഭവിക്കുന്നതോ പാപമല്ല. പക്ഷേ ഭൗതിക നേട്ടങ്ങളെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമാക്കുന്നതിനെയാണ് അള്ളാഹു ഇവിടെ ആക്ഷേപിക്കുന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഒമൻ അറാദൽ ആഖിറത സഅലഹ സഅയ്ഹ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയ്ഹും മഷ്കൂറ. ഒമൻ അറാദൽ ആഖിറത, ആരെങ്കിലും പരലോകമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, പരലോക വിജയമാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ, സഅലഹ സഅയ്ഹ വഹുവ മുഅ്മിനുൻ, സത്യവിശ്വാസിയായിക്കൊണ്ട് പരലോകത്തേക്ക് വേണ്ടി പണിയെടുത്താൽ, പരിശ്രമം നടത്തിയാൽ, ഫഉലൈക കാന സഅയ്ഹും മഷ്കൂറ, അവരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കുമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മമാണ് നമസ്കാരം, നോമ്പ് തുടങ്ങിയ മൗലിക ആരാധനകൾ മാത്രമല്ല ഇബാദത്ത്. ഒരു മുസ്ലിമിന് ജീവിതം മുഴുക്കയും ഇബാദത്താക്കി തീർക്കാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു വിശ്വാസിയുടെ പ്രവർത്തനവും ലക്ഷ്യവും മാർഗവും നന്നാവണം. ലക്ഷ്യം മോശമായി മാർഗം നന്നായതുകൊണ്ടോ മാർഗം മോശമായി ലക്ഷ്യം നന്നായതുകൊണ്ടോ ഫലമില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി ജീവിച്ചും അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുകയുള്ളൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തിയും സമാധാനവും അന്വേഷിക്കുക എന്നത് അവരുടെ പ്രകൃതിയുടെ ഭാഗമാണ്, അവരുടെ ഫിത്രത്തിൻ്റെ ഭാഗമാണത്. ചില ആളുകൾ യാത്രയിലാണ് സന്തോഷം കണ്ടെത്തുന്നത്, ചില ആളുകൾ സമ്പത്ത് വാരിക്കൂട്ടുന്നതിലായിരിക്കും സന്തോഷം കണ്ടെത്തുന്നത്, ചില ആളുകൾ ദേഹേച്ഛയുടെ പുറകെ ഓടുന്നതിലായിരിക്കും സന്തോഷം കണ്ടെത്തുന്നത്, അതായിരിക്കും അവർക്ക് താല്പര്യം. മറ്റ് ചില ആളുകളെ സംബന്ധിച്ച് ഇവയെല്ലാം പരീക്ഷിച്ചു നോക്കി പരാജയപ്പെട്ട് നിരാശയുടെ പടുകുഴിയിൽ പലപ്പോഴും അകപ്പെടുകയും ചെയ്യും. ഇസ്ലാമികമായ വീക്ഷണത്തിൽ തഖ്വയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തഖ്വയുടെ പ്രതിഫലമായി അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു ദാനമാണ് സംതൃപ്തിയും മനസമാധാനവും. ഈ രൂപത്തിലുള്ള തഖ്വ ജീവിതത്തിൽ പുലർത്തണമെങ്കിൽ തീർച്ചയായും ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തുചേരേണ്ടതുണ്ട്. അതിൽ ഒന്നാണ് തൗഹീദ്. തൗഹീദുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചതുപോലെ ഉലൈക ലഹുമുൽ അംന്, നിർഭയത്വം, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്.
നിർഭയത്വം ലഭിക്കണമെങ്കിൽ തൗഹീദ് ഉൾക്കൊള്ളണമെന്നുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തൗഹീദു ജന്നത്തിൽ അർള്, തൗഹീദ് എന്നത് ഭൂമിയിലുള്ള ഒരു സ്വർഗമാണ്. ഒമൻ ദഹലഹ, ഭൂമിയിലുള്ള സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും പ്രവേശിച്ചാൽ ഫഖദ് ദഹല ജന്നത്തുൽ ആഖിറ, ആഖിറത്തിലെ സ്വർഗത്തിലും അവർ പ്രവേശിച്ചു കഴിഞ്ഞു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തഖ്വയെക്കുറിച്ച് ഏകദേശം 250 ഭാഗങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. തഖ്വ എന്നത് ഒരു വിശ്വാസിയുടെ മുഖമുദ്രയായിരിക്കണം. അതിൽ തഖ്വയെക്കുറിച്ചുള്ള ആയത്ത് ഒരിക്കൽ പാരായണം ചെയ്തു. ഏകദേശം ഒരു 2 വർഷത്തിന് മുമ്പ് ഖത്തർ സ്റ്റേഡിയത്തിൽ ഖാനി മുഹമ്മദ് എന്ന മകൻ ഒരു പാരായണം ചെയ്യുകയുണ്ടായി. തഖ്വയുടെ ആയത്തായിരുന്നു അത്. ആ പാരായണം നമുക്കൊന്ന് മനസ്സിലാക്കാം. എല്ലാ ജനങ്ങളെയും സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജനങ്ങളെയും, എല്ലാ മതസ്ഥരെയും, പല ജാതിക്കാരെയും, പല രാജ്യങ്ങളിൽ നിന്ന് വന്ന എല്ലാ ആളുകളെയും അല്ലാഹു സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരായത്താണിത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഹലഖനാക്കും മിൻ ദക്കറിൻ വ ഉൻഥ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഹലഖനാക്കും, തീർച്ചയായും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ ദക്കറിൻ വ ഉൻഥ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. വജഅൽനാക്കും, നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു, ശുഊബൻ വ ഖബായിലൻ ലിതഅറഫു, പരസ്പരം അന്യോന്യം തിരിച്ചറിയാൻ വേണ്ടി വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളുമാക്കിയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, തീർച്ചയായും അള്ളാഹുവിങ്കൽ ആദരണീയർ, അള്ളാഹു ബഹുമാനിക്കുന്നവർ, ഇൻദല്ലാഹി അത്ഖാക്കും, തീർച്ചയായും തഖ്വയുള്ളവരെയാണ്, ധർമ്മനിഷ്ഠ പാലിക്കുന്നവരെയാണ് അള്ളാഹു ആദരിക്കുന്നത്, അള്ളാഹു ബഹുമാനിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമുദായത്തിൻ്റെ വലിപ്പമോ ഗോത്രത്തിൻ്റെ മഹിമയോ ഒന്നും അള്ളാഹുവിങ്കൽ ഒരു മനുഷ്യന് ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് മാത്രമാണ് അള്ളാഹുവിങ്കൽ നേട്ടമുള്ളതാണെന്നും അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു എന്നും പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വ കൈക്കൊള്ളുന്ന മുത്തഖീങ്ങളിൽ നമ്മളെയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ വലുതും ചെറുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. സർവശക്തനായ നാഥ, അറിഞ്ഞും അറിയാതെയും ധാരാളം പാപങ്ങൾ ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുണ്ട് അല്ലാഹ്. അതെല്ലാം നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിത്തരണേ റഹ്മാനെ. അള്ളാഹുവെ, കടക്കണിയിൽ അകപ്പെട്ടിട്ടുള്ളവരുണ്ട് നാഥ, ധാരാളം കടങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നവരുണ്ട് നാഥ. അതെല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ. കടം വിടാനുള്ള ഹലാലായ വഴികൾ നീ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നമസ്കാരവും ഞങ്ങളുടെ സുജൂദും ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പും നിനക്ക് വേണ്ടിയാണ് തമ്പുരാനെ. അള്ളാഹുവേ, അതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നമസ്കാരങ്ങളിൽ എന്തെങ്കിലും പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നിൻ്റെ മഹിഷറ കോടതിയിൽ ഞങ്ങൾ വിചാരണയ്ക്ക് വേണ്ടി വന്നു നിൽക്കുമ്പോൾ ഞങ്ങളുടെ നമസ്കാരം ഞങ്ങൾക്ക് പ്രകാശമായി വാദിക്കുന്ന നമസ്കാരമായിരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വിജയത്തിന് വേണ്ടി വാദിക്കുന്ന നമസ്കാരമായിരിക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഞങ്ങളുടെ ഉറക്കത്തിലും ഞങ്ങളുടെ ഉണർച്ചയിലും നിൻ്റെ തുണ ഞങ്ങൾ കേൾക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറിലും ഞങ്ങളുടെ കേൾവിയിലും നിൻ്റെ വെളിച്ചം ഞങ്ങൾ കേൾക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാത്തിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ മാ ഹലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. റബ്ബനാ സിരിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഹത് മുസ്തഖറൻ വ മുഖാമാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.